तो बच्चों, आज सबका एक बार फिर स्वागत है मेरे यूट्यूब चैनल पे ई फॉर एजुकेशन में। तो पिछले दिनों में हमने गुलमोहर के जन्मदिन का पाठ भाग पढ़ा था। उसमें हमने क्या पढ़ा था कि ये पढ़ा था कि निर्मल और उसके दोस्त लोग कहाँ आते हैं, मीना के घर में गुलमोहर का जन्मदिन मनाने के लिए आते हैं। तो वो कहानी बताना उसको शुरू करते हैं। तो अगला पाठ भाग वही है, वो कहानी का आरंभ है। तो उसके बारे में हम इस पाठ भाग में पढ़ेंगे। അപ്പോൾ കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചല്ലേ ഗുൽമോഹറിന്റെ ജന്മദിന പാഠഭാഗത്തിൽ പഠിച്ചല്ലേ നിർമ്മലും അവിടുത്തെ കൂട്ടുകാരികളൊക്കെ മീനയുടെ വീട്ടിലേക്ക് വന്നു, എന്ത് ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അവിടെ അവൾ ആ കഥ അവൾക്ക് ഇനി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങാൻ, അതാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾക്ക് പഠിക്കല്ലേ. അപ്പോൾ ഇനി നമ്മൾക്ക് ആ പാഠഭാഗത്തിലേക്ക് പോവാം. जन्मदिन की बधाई हो गुलमोहर, निर्मल ने हंसकर कहा. ജന്മദിനം ആശംസകൾ ഗുൽമോഹറെ, നിർമ്മൽ പുഞ്ചിരിച്ചും കൊണ്ട് പറഞ്ഞു. ബധായി എന്ന് പറഞ്ഞാൽ ആശംസകൾ, ഹസ്കർ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ചും കൊണ്ട്. മീന അബ് ബതാവോ ഗുൽമോഹർ കാ ജന്മദിൻ ക്യോ മനാ രഹി ഹോ. എന്നിട്ട് നിർമ്മൽ ചോദിക്കുകയാണ്, മീന അബ് ബതാവോ, ഇനി പറഞ്ഞാലും. അബ് ബതാവോ എന്ന് പറഞ്ഞാൽ ഇനി പറഞ്ഞാലും. ഗുൽമോഹർ കാ ജന്മദിൻ ക്യോ മനാ രഹി ഹോ, ഗുൽമോഹറിൻ്റെ ജന്മദിനം ക്യോ മനാ രഹി ഹോ, എന്തിനാണ് ആഘോഷിക്കുന്നത്. നിർമ്മലിനെ പൂച്ച, നിർമ്മൽ ചോദിച്ചു. അപ്പോൾ മീന പറയണേ, യേ ബേച്ചാര പിछले रविवार को ही काटा जाने वाला था. അപ്പം എന്താ പറഞ്ഞേ, യേ ബേച്ചാര, ഈ പാവം. ബേച്ചാര എന്ന് പറഞ്ഞാൽ പാവം. പിछले रविवार കഴിഞ്ഞ ഞായറാഴ്ച. ഈ കാട്ടാ ജാനെ വാലത്ത, അതിനെ മുറിക്കാൻ തീരുമാനിച്ചായിരുന്നു. കാട്ടാ ജാനെ വാലത്ത, മുറിക്കാൻ തീരുമാനിച്ചായിരുന്നു. മീന ബോലി, മീന പറഞ്ഞു. ക്യൂ, അപ്പം നിർമ്മൽ ചോദിക്കുക, എന്തിന്. ക്യോങ്കി ഇസ് പർ ഫൂൾ നഹി ആ രഹേ തേ, എന്തെന്നാൽ ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. അതാണ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്, ക്യോങ്കി. ക്യോങ്കി എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ, ഇസ് പർ ഫൂൾ നഹി, ഫൂൾ എന്ന് പറഞ്ഞാൽ പൂവ്, നഹി ആ രഹേ തേ വരുന്നുണ്ടായിരുന്നില്ല. 6 സാൽ പെഹലെ, 6 കൊല്ലങ്ങൾക്ക് മുമ്പേ. 6 സാൽ പെഹലെ എന്ന് പറഞ്ഞാൽ 6 കൊല്ലങ്ങൾക്ക് മുമ്പേ. സാൽ എന്ന് പറഞ്ഞാൽ കൊല്ലം, 6 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ 6 സാൽ പെഹലെ എന്ന് പറഞ്ഞാൽ 6 മാസങ്ങൾക്ക് മുമ്പേ. ഘർ തയ്യാർ ഹോ ജാനെ കെ ബാദ്, നമ്മൾ വീടൊക്കെ, പുതിയ വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, തയ്യാർ ഹോ ജാനെ കെ ബാദ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, മാനെ ബഗീച്ച ലഗായ, അമ്മ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി. ബഗീച്ച എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. ലഘുവായ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി. ഹരി ഘാസ് ലഘുവായി, പച്ച പുല്ലുകൾ പിടിപ്പിച്ചു. ഹരി ഘാസ്, ഹരി ഘാസ് എന്ന് പറഞ്ഞാൽ പച്ച പുല്ലുകൾ. ലഘുവായി പിടിപ്പിച്ചു. ഫൂലോങ്കി കറിയ ബൻവായി, പൂക്കൾ, പൂമുട്ടുകൾ ഇട്ടു. അമറൂദ് ആം ഓർ ഗുൽമോഹർ കെ ദോ ദോ പോതേ ലഗായി. പേരയ്ക്ക, അമറൂദ് എന്ന് പറഞ്ഞാൽ പേരയ്ക്ക. ആം മാങ്ങ, ഓർ ഗുൽമോഹർ പിന്നെ വാഗമരത്തിൻ്റെ രണ്ട് ചെടികൾ അവിടെ വെച്ച് പിടിപ്പിച്ചു. 2 ചെടികൾ അവിടെ വെച്ച് പിടിപ്പിച്ചു വാഗമരത്തിന്. ഏക് മേസെ ലാൽ, ഒന്നിൽ നിന്ന് ചോപ്പ്. ഏക് മേസെ ലാൽ എന്ന് പറഞ്ഞാൽ ഒന്നുമ്പിൽ നിന്ന് ചോപ്പും. ഓർ ദൂസറേ മേസെ, മറ്റേ നേമ്പിൽ നിന്ന്, മറ്റേ വാഗമരത്തും നിന്ന് പീലെ രംഗയ്ക്ക്, മഞ്ഞ നിറത്തിലെ. പീലെ രംഗയ്ക്ക് എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമില്ലേ. ഫൂൾ നിക്കലിനെ ചായത്തെ, പൂക്കളാണ് ഉണ്ടാവുന്നത്. ഫൂൾ നിക്കലിനെ ചായത്തെ, നിക്കലിനെ ചായത്തെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നത്. പേഡ് ലഗ്നെ കെ കുച്ച് സാൽ ബാദ്, അപ്പോൾ മരം വെച്ച് പിടിപ്പിച്ചതിൻ്റെ കുറച്ച് നാളുകൾക്ക് ശേഷം. പേഡ് ലഗാനേക്ക് കുച്ച് സാൽ ബാദ്, കുച്ച് സാൽ ബാദ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം. പീലെ രംഗ് കെ ഫൂൾ നിക്കലായ, മഞ്ഞ പൂക്കളിലെ ഉണ്ടായി വന്നു. പീലെ ഫൂൾ നിക്കലായ ലേക്കിൻ ഇസ് പേഡ് പർ, പക്ഷേ ചുവപ്പ് പൂവിടേണ്ട ആ വാഗമരത്തുമ്പിൽ ചോത്തേ സാൽ ബി ഫൂൾ, 4 കൊല്ലം കഴിഞ്ഞിട്ടും പൂക്കളൊന്നും ഉണ്ടായില്ല. നഹി ആയെ, ഉണ്ടായില്ല, 4 കൊല്ലം. ചോത്തേ സാൽ, ചോത്തേ സാൽ എന്ന് പറഞ്ഞാൽ 4ാമത്തെ കൊല്ലവും. അച്ഛാ തോ ഫിർ, അപ്പോൾ നിർമ്മലിന് ചോദിക്കുക, പിന്നെന്തുണ്ടായി. നിർമ്മലിനെ പൂച്ച, നിർമ്മൽ ചോദിച്ചു. മാനെ കഹ, ഇസ് പേഡ് കോ കട്ട്വാക്കർ ദൂസറ ലഗവാത്തെ ഹെ. അമ്മ പറഞ്ഞു. മാനെ കഹ എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു. ഇസ് പേഡ് കോ കട്ട്വാക്കർ, ഈ മരം മുറിച്ച്. ഇസ് പേഡ് കോ കട്ട്വാക്കർ എന്ന് പറഞ്ഞാൽ ഈ മരം മുറിച്ച്. ദൂസറ ലഗവാത്തെ ഹെ, വേറൊന്ന് പിടിപ്പിക്കുക. पर मैं इस पेड़ को बहुत बख्शे, पर എന്ന് പറഞ്ഞാൽ ബക്ഷെ. मैं इस पेड़ को, ഞാൻ,
മേനെ പറഞ്ഞ ഞാൻ. ഇസ് പേടുക്കോ ഈ മരത്തിന് ബഹുത്ത് ചാറ്റിത്തി വളരെയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ചാത്തീത്തി എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. മേ സോസ്തി ഞാൻ ചിന്തിക്കും. എന്താ ചിന്തിക്കുക? മേ സോസ്തി ഇസ് പേട് പർ ഫൂൽ തോ നഹി ആയി ഈ മരത്തുമ്പിൽ പൂക്കൾ ഉണ്ടായില്ല. ഫൂൽ തോ നഹി ആയേ പൂക്കൾ ഉണ്ടായില്ല. മഗർ ഭക്ഷേ മഗർ എന്ന് പറഞ്ഞാൽ ഭക്ഷേ. ഇസ്കെ പത്തേ ഇതിൻ്റെ ഇലകൾ. പത്തേ എന്ന് പറഞ്ഞാൽ ഇലകൾ. ഓർ ഇസ്കി ഡാലെ ഡാലെ എന്ന് പറഞ്ഞാൽ എൻ്റെ ചില്ലകൾ. ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ ചില്ലകളും കിത്നി സുന്ദർ ഹേ എത്ര ഭംഗിയുള്ളതാണ്. കിത്നി സുന്ദർ ഹേ എന്ന് പറഞ്ഞാൽ എത്ര ഭംഗിയുള്ള. കിട്നി ഠണ്ടി ഠണ്ടി ഛായ ദേത്തി ഹേ എത്ര ഠണ്ടി ഠണ്ടി നല്ല തണുപ്പുള്ള. ഛായ ഛായ എന്ന് പറഞ്ഞാൽ തണൽ. എത്ര തണുപ്പുള്ള തണലാണ് നമ്മൾക്ക് തരുന്നത്. ദേത്തി ഹേ. ഓർ മേരെ കമരേക്ക് കിടക്കീസേ പിന്നെ എൻ്റെ റൂമിലെ. മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ റൂമിലെ. കമറ എന്ന് പറഞ്ഞാൽ റൂമിലെ. കിടക്കീസേ കിടക്കി എന്ന് പറഞ്ഞാൽ ജനലിലൂടെ. എൻ്റെ റൂമിലെ ജനലിലൂടെ യെ കിतना अच्छा लगता है ഇത് എത്ര മനോഹരമായിട്ടാണ് കാണുന്നത്. कितना अच्छा लगता है. मैं सोचती ഞാൻ ചിന്തിക്കും. ഇസ് പേട് പർ ഈ മരത്തുമ്പിൽ ഏക് നാ ഏക് ദിൻ ഏതെങ്കിലും ഒരു ദിവസം. ഏക് നാ ഏക് ദിൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം ജറൂർ ഫൂൽ ആയെങ്കിൽ തീർച്ചയായും. ജറൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായും. ഫൂൽ ആയെങ്കിൽ പൂക്കൾ ഉണ്ടാവും. മാനെ പക്ക ഫാസ്ല ലിയാത്ത എന്നിട്ട് പറയാണ് നിർമ്മലോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മ ഉറപ്പിച്ച് തീരുമാനിച്ചു. പക്ക പക്ക എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച്. ഫാസ്ല ലിയാത്ത ഫാസ്ല എന്ന് പറഞ്ഞാൽ തീരുമാനം. ഫാസ്ല എന്ന് പറഞ്ഞാൽ തീരുമാനം. ലിയാത്ത ഉറപ്പിച്ച് തീരുമാനം എടുത്തായിരുന്നു. പേട് കട്ടവാനേക്ക എന്തിനാ തീരുമാനിച്ചത്? ഉറപ്പിച്ച് തീരുമാനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മരം മുറിച്ച് കളയാൻ വേണ്ടിയിട്ട്. ഈ വാഗമരം മുറിച്ച് കളയാൻ വേണ്ടിയിട്ട്. മേനെ മാസെ ബഡേ പ്യാർ സേ കഹ അപ്പം ഞാൻ അമ്മോട് വളരെ സ്നേഹത്തോടെ ബഡേ പ്യാർ സേ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ പറഞ്ഞു. കഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. മാ അമ്മേ അഗർ അഗ്ലി ഗർമി മേ ബി അഗർ എന്ന് പറഞ്ഞാൽ ഇനി. അഗ്ലി ഗർമി അടുത്ത വേനൽക്കാലം. ഗർമി എന്ന് പറഞ്ഞാൽ വേനൽക്കാലം വരെ. ഇസ് പർ ഫൂൽ നാ ആയേത്തോ ഇതിൽ പൂക്കൾ ഉണ്ടായില്ലെങ്കിൽ. ഇസ് പർ ഫൂൽ നാ ആയേത്തോ ഇതിൽ പൂക്കൾ ഉണ്ടായില്ല. ആ ബേശക് ഇസേ കട. ആ ബേശക് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. എന്താണ് അർത്ഥം? ബേശക് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. ഇസേ കട്ടവാ ദീജി ഇതിനെ മുറിച്ചോളൂ. ഈ മരം മുറിച്ച് കളഞ്ഞോളി. പിന്നെന്താണ് പറയുന്നത്? മേ ചുപ്കെ ചുവേ ഇസേ കുച്ച് ഓർ പാനി ദേത്തേ. പിന്നെന്താണ് പറയുന്നത്? മീന പറയാൻ നമ്മളോട് പറഞ്ഞു കൊടുക്കുകയാണ്. മേ ചുപ്കെ അത് ചുപ്കെ എന്ന് പറഞ്ഞാൽ ആരും കാണാതെ ഒളിച്ച് പതിഞ്ഞ് അവൾ എല്ലാ ദിവസം എന്ത് ചെയ്യുക? പാനി ദേയാത്തി ആ വാഗമരത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. കിന്തു ഈസ് ഗർമി മേ ബി ഇസ് പർ കോയ് ഫൂൽ നിഹി നിക്കല. പക്ഷേ ഈ വേനൽക്കാലം വന്നിട്ടും എന്തുണ്ടായി? ഇസ് പർ കോയ് ഫൂൽ നിഹി ഖില ഒരു പൂക്കളും ഉണ്ടായില്ല. നഹി ഖില എന്ന് പറഞ്ഞാൽ ഉണ്ടായില്ല, വിരിഞ്ഞില്ല. ഖില എന്ന് പറഞ്ഞാൽ വിരിയ. അപ്പോൾ ഒരു പൂക്കളും ഉണ്ടായില്ല. ഇസ് പർ മേ ബഹുത് ഉദാസ് ഥി അതുകൊണ്ട് തന്നെ മേ ബഹുത് ഉദാസ് ഥി ഞാൻ വളരെയധികം ദുഃഖിതയായിരുന്നു. ഉദാസ് ഥി എന്ന് പറഞ്ഞാൽ ദുഃഖിതനാവുക, സങ്കടപ്പെട്ടിരിക്കുക. അപ്പം മീനയ്ക്ക് വളരെയധികം സങ്കടമായിരുന്നു. മേനെ സോച്ച ഞാൻ വിചാരിച്ചു. അമ്മ ഇസ്കോ ജറൂർ കട്ടവാ ദേഗി അമ്മ ഇനി എന്തായാലും ഇതിനെ കട്ടവാ ദേഗി എന്ന് പറഞ്ഞാൽ മുറിച്ച് മാറ്റും. ഇനി എന്തായാലും അമ്മ ഇതിനെ മുറിച്ച് മാറ്റും. എന്താ അങ്ങനെ പറയാൻ കാരണം? അമ്മോട് പറഞ്ഞാണല്ലേ ഈ വേനൽക്കാലത്തും തുമ്പിൽ പൂക്കൾ വന്നില്ലെങ്കിൽ ഇത് മുറിച്ച് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ അവൾ പേടിച്ചിരിക്കുകയാണ്. ആരാ പേടിച്ചിരിക്കുന്നത്? മീന പേടിച്ചിരിക്കുക. ഏക് ദിൻ മാനെ മാലി സേക്ക ഒരു ദിവസം അമ്മ പൂന്തോട്ടക്കാരനോട് പറയുന്നത് കേട്ടു. എന്താ പറയുന്നത് കേട്ടു? മാലി എന്ന് പറഞ്ഞാൽ പൂന്തോട്ടക്കാരൻ. ഇസ് ഗുൽമോഹർ കോ കാട് ദോ ഈ ഗുൽമോഹർ ഈ വാഗമരത്തിനെ മുറിച്ച് മാറ്റി ഇസ്കി ജഗ അതിൻ്റെ സ്ഥാനത്ത് വേറെ ഗുൽമോഹർ വേറെ വാഗമരം പിടിപ്പിക്കുക. വേറെ വാഗമരം നട്ട് പിടിപ്പിക്കുക. ഇതിനെ വെട്ടിക്കളഞ്ഞ് ഇനി പുതിയ വാഗമരത്തിൻ്റെ ചെടി അവിടെ വെക്കാൻ ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. ആരോടാ പറഞ്ഞേ? പൂന്തോട്ടക്കാരോട് പറഞ്ഞു. मैं सारा दिन बहुत उदास रही कल तो मेरा प्यारा पेड़ होगा ही नहीं എന്നിട്ട് അവൾ നിർമ്മലോട് പറയാണ്. മീൻ എന്താ പറയുന്നത്? ഞാൻ ദിവസം മൊത്തം സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. എന്താ കാരണം? നാളെ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ അല്ലേ കൽത്തോ മേരാ പ്യാരാ പേട് ഹോഗാ ഹി നഹി കൽത്തോ നാളെ കൽത്തോ എന്ന് പറഞ്ഞാൽ നാളെ മേരാ പ്യാരാ പേട് എൻ്റെ പ്രിയപ്പെട്ട മരം
ഉണ്ടാവില്ല. ദൂസറേ ദിൻ സുബേ മാ മുझे ജഗാത്തെ ഹുए बोले. പിറ്റേ ദിവസം, ദൂസറേ ദിൻ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം, സുബേ എന്ന് പറഞ്ഞാൽ രാവിലെ, മാ മുझे ജഗാത്തെ ഹുए അമ്മ എന്നെ ജഗാത്തെ എന്ന് പറഞ്ഞാൽ ഉണർത്തിയും കൊണ്ട് പറഞ്ഞു, ബോലി എന്ന് പറഞ്ഞാൽ പറഞ്ഞു, അമ്മ എന്നെ ഉണർത്തിയും കൊണ്ട് പറഞ്ഞു, മീന ഉഠോ മീനെ ഇനേക്ക് ഉഠോ എന്ന് പറഞ്ഞാൽ ഇനേക്കൂ എന്നർത്ഥം. തുമേ കുച്ച് ദിഖാവോ, എനിക്കൊരു കാഴ്ച കാണിച്ചു തരാം, ദിഖാവോ ഒരു കാഴ്ച കാണിച്ചു തരാം, ദിഖാവ് എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ജറാ ഗുൽമോഹർ കോ ദേക്കോ, നീ ഒന്ന് ഗുൽമോഹറിനെ നോക്കിക്കേ. ജറാ ഗുൽമോഹർ കോ ദേക്കോ, നീ ആ ഗുൽമോഹറിനെ നോക്ക്. കഹാ, അവളിങ്ങനെ ഉറക്കത്തിലല്ലേ അപ്പോൾ ചോദിക്കുക, കഹാ എന്ന് പറഞ്ഞാൽ എവിടെ, ക്യാ എപ്പോൾ. മേ ആങ്കെ മൽത്തെ ഹുവേ ദേഖ്നെ ലഗി, ഞാൻ അങ്ങനെ കണ്ണ് തിരുമ്മിക്കൊണ്ട്, ആങ്കെ മൽത്തെ, ആങ്കെ എന്ന് പറഞ്ഞാൽ കണ്ണ്, മൽത്തെ എന്ന് പറഞ്ഞാൽ തിരുമ്പിയും കൊണ്ട് ഇങ്ങനെ നോക്കാൻ തുടങ്ങി, ദേഖ്നെ ലഗി ഞാൻ നോക്കാൻ തുടങ്ങി. ധ്യാൻ സെ ദേഖോ, ശ്രദ്ധിച്ചു നോക്കൂ. ഗുൽമോഹർ കെ പത്തോं के बीच, അപ്പം അമ്മ അങ്ങനെ പറഞ്ഞ് പിന്നീട് പറയണേ, ശ്രദ്ധിച്ചു നോക്ക്. ഗുൽമോഹർ കെ പത്തോं के बीच, ഗുൽമോഹറിൻ്റെ ഇലകളുടെ ഉള്ളിലേക്ക് നടുവിലേക്ക് നോക്കൂ. ഫൂൽ ഗുൽമോഹർ പർ ഫൂൽ ആയേ, അപ്പം ഞാൻ കണ്ടു, എന്താ കണ്ടേ, പൂക്കൾ വിടർന്നിരിക്കുന്നു അല്ലേ, പൂക്കളുണ്ടായി. എന്തുമ്പിൽ ഗുൽമോഹർ പർ ഫൂൽ ആയേ, എൻ്റെ വാഗമർത്തുമ്പിൽ പൂക്കളുണ്ടായി. മേ ഖുശി സെ നാച്ചനെ ലഗി, സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. നാച്ചനെ ലഗി എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടുക. ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം. ദേഖോ മാ, മേ कहती थी ना कि इस गर्मी में मेरे गुलमोहर पर फूल आएंगे, मैं बोली. എന്താ പോലെ പറയുന്നത്, ദേഖോ നോക്കൂ അമ്മേ, മാ മേ कहती थी, ഞാൻ പറയാറുണ്ടായിരുന്നില്ലേ, എന്താ പറയുക, ഈസ് ഗർമിമേ, ഈ വേനൽക്കാലം ആകുമ്പോൾ இந்த ഗുൽമോഹറിൽ എന്തായാലും പൂവുണ്ടാവുമെന്ന്. മേ ബോലി ഞാൻ പറഞ്ഞു. പെഹ്ലി ബാർ ആയേ പാൻ ഛേ ലാൽ ഫൂൽ ഹരേ പത്തോ മേ സെ ജാക് രഹേ, അപ്പം ആദ്യമായിട്ട് അതുമ്പിൽ വിരിഞ്ഞ 5-6 ചോന പൂക്കൾ ആ പച്ച നിറമുള്ള ഇലകളുടെ നടുവിൽ നിന്ന് ജാക് രഹത്തെ പറഞ്ഞാൽ എത്തി നോക്കുക. അറച്ച ആദ്യമായി 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വിരിഞ്ഞ ആ പൂക്കൾ ആ പച്ച ഇലകളുടെ ഉള്ളിൽ നിന്ന് എത്തി നോക്കണ പോലെ അവർക്ക് തോന്നി. മീൻ കിത്തനെ സുന്ദർ ലഗ് രഹേ തേ, എത്ര ഭംഗിയുണ്ടായിരുന്നത് കാണാൻ. മേ ബാക്കർ നീച്ച ബഗീച്ചേ മേ, ഞാൻ ഓടി പൂന്തോട്ടത്തിലേക്ക് പോയി. ആരാ പറയുന്നത്, മീന നിർമ്മലോട് പറയണേ. അവൾ എന്ത് ചെയ്തു, അത് കണ്ടപ്പോൾ ആ സന്തോഷം അവൾക്ക് അടക്കാൻ വയ്ക്കില്ല. അവൾ ഓടിയും കൊണ്ട് പൂന്തോട്ടത്തിലേക്ക്. അവർ ഗുൽമോഹർക്ക് പേട് സെ ലിപ്പട്ട് ഗയി, പിന്നെന്താണ് ഗുൽമോഹറിൻ്റെ പേട് സെ ലിപ്പട്ട് ഗയി, അതിനെ കെട്ടിപ്പിടിച്ചു. ഗുൽമോഹർക്ക് പേട് സെ ലിപ്പട്ട് ഗയി. കിത്തനി അച്ചി ബാത് ഹി, എത്ര നല്ല കാര്യം സംഭവിച്ചു. ഇസ് ബേചാരെ പർ ഫൂൽ ആ ഗയി, പാവത്തുമ്പിൽ പൂക്കളുണ്ടായി. നിർമ്മൽ പറഞ്ഞു. ഹാ മീന ബോലി, അതെ മീന പറഞ്ഞു. ഫിർ മാ ബി ബഗീച്ചേ മേ ആ ഗയി, പിന്നെ അമ്മയും പൂന്തോട്ടത്തിലേക്ക് വന്നു. മാ ഭി അമ്മയും ബഗീച്ചേ മേ ആ ഗയി, ബഗീച്ച എന്ന് പറഞ്ഞാൽ പൂന്തോട്ടത്തിലേക്ക് വന്നു. मैंने माँ से कहा, ഞാൻ അമ്മോട് പറഞ്ഞു. മാ മേ അപ്നെ ഗുൽമോഹർ की 5वीं വർഷഗാണ്ട് बनाऊंगी, ഞാൻ അമ്മോട് പറഞ്ഞു. എന്താ പറഞ്ഞേ, അമ്മേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഗുൽമോഹർ എന്ന് പറഞ്ഞാൽ വാഗമരത്തിൻ്റെ 5ാം വാർഷികം, 5वीं വർഷഗാണ്ട് എന്ന് പറഞ്ഞാൽ ജന്മദിനം അല്ലെങ്കിൽ വാർഷികം, बनाऊंगी ആഘോഷിക്കും. मैं अपनी सहेलियों को दावत दूंगी, ഞാൻ എൻ്റെ സഹേലി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരികൾക്ക്. मैं अपनी सहेलियों को दावत दूंगी, എന്ത് സൽക്കാരം, ദാവത്ത് എന്ന് പറയുന്നത് സൽക്കരിക്കും. ദാവത്ത് ദൂങ്കി സൽക്കാരം നൽകും. മാനെ ഖുശ് ഹോക്കർ കഹ, അമ്മ സന്തോഷിച്ചും കൊണ്ട് പറഞ്ഞു. ഖുശ് ഹോക്കർ എന്ന് സന്തോഷിച്ചും പറഞ്ഞു. ജറൂർ തീർച്ചയായും. യഹി ഗുൽമോഹർ കി ഛായാമേ ദാവത് ക, ഇവിടെ ഗുൽമോഹറിൻ്റെ ഛായാമേ എന്ന് പറഞ്ഞാൽ തണൽ, ഈ മരത്തിൻ്റെ അടിയിൽ അതിൻ്റെ തണൽ തന്നെ നമ്മൾക്ക് സൽക്കാരം നടത്താം. അപ്നി സബി സഹേലിയോं को बुला, ഈ എൻ്റെ എല്ലാ കൂട്ടുകാരികളെയും വിളിച്ചോളൂ. ബുലാവോ വിളിച്ചോളൂ. സഹേലിയ കൂട്ടുകാരി. മീന ജബ് കഹാനി സുനാ ചുക്കി തീ, മീന ഈ എല്ലാ കഥയും നിർമ്മലോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ तो उसने गुलमोहर की तरफ देखा, എന്നിട്ടൊന്ന് ഗുൽമോഹറിനെ നോക്കി. ഗുൽമോഹർ की तरफ, ആ വാഗമരത്തിനെ ഒന്ന് നോക്കി. ഉസ്കോ ഐസ ലഗ, അപ്പം മീനയ്ക്ക് തോന്നി. ഉസ്കോ ഐസ ലഗ, മീനയ്ക്ക് എങ്ങനെ തോന്നി. ഗുൽമോഹർ ബി, ആ വാഗമരവും അപ്നി കഹാനി സുന്ത അതിൻ്റെ കഥ കേട്ടും കൊണ്ട് മുസ്കറാ റഹാത്ത പുഞ്ചിരിക്കുകയായിരുന്നു. മുസ്കറാ റഹാത്ത പുഞ്ചിരിക്കുക. സുന്ത എന്ന് പറഞ്ഞാൽ കേട്ടും കൊണ്ട്.
മുസ്കുറാ റഹാ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കനെ പോലെ തോന്നി, ആർക്ക് തോന്നി, മീനയ്ക്ക് തോന്നി. ഈ എല്ലാ കഥയും കേട്ട് ഗുൽമോഹർ മരച്ച വാഗമരം അവരെ നോക്കി ചിരിക്കുകയായിരുന്നു എന്ന് ആർക്ക് തോന്നി, മീനയ്ക്ക് തോന്നി. അപ്പോൾ പാഠഭാഗമൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് അർത്ഥങ്ങളൊക്കെ നോക്കി ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇനി എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.